വളരെ മഹത്വമുള്ളൊരു അമലിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് സമസ്ത ക്ഷണിച്ചു, നമ്മൾ വന്നു, ഇരുന്നു, പങ്കെടുത്തു, പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊരിക്കലും കണക്ക് കൂട്ടാത്ത അമലുമായി, സവാബുമായി ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയും. കാരണം സമസ്തയുടെ ഈ ത്രിവർണ പതാക വാനിലേക്ക് ഉയർത്തിയത് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഹസൻ ബാലവി തങ്ങളുടെ മകനാണ്. ഹസൻ ബാലവി തങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദ് അഹമ്മദ് ബാലവി തങ്ങളുടെ മകനാണ്. സയ്യിദ് അഹമ്മദ് ബാലവി തങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദ് അലി ബാലവി തങ്ങളുടെ മകനാണ്. സയ്യിദ് അലി ബാലവി തങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങളുടെ മകനാണ്. വളരെ ശ്രദ്ധിക്കണം. സമസ്ത എന്നുള്ളത് നമ്മുടെ ഒരു മുറബിയായ ഷെയ്ഖാണ്, വേറൊങ്ങോട്ടും തരേണ്ട. സമസ്തയിലുള്ള മഹത്തുക്കളായ ആലിമികൾ എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിച്ചാൽ തന്നെ മതി. സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ യമനിൽ നിന്ന് വന്നു. കൂടെ വരുമ്പോ ഒരു സഹയാത്രികനെ കൂടെ കൂട്ടി. അതാണ് കാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ, എഴുത്തുകാരനായ മുഹമ്മദ് മുസ്ലിയാർ. അയാൾക്ക് താമസിക്കാൻ കോഴിക്കോട്ടുകാർ ഒരു സ്ഥലം കൊടുത്തു. ആ സ്ഥലത്തിന്റെ പേര് വെച്ചു എഴുത്തച്ഛൻ കണ്ടി. മലയാളികൾ എഴുത്തുകാരനെ എഴുത്തച്ഛൻ എന്ന് വിളിക്കും. അവർ താമസിച്ച പറമ്പിന് കോഴിക്കോട്ടുകാർ കണ്ടം എന്ന് പറയും. അങ്ങനെ എഴുത്തച്ഛൻ താമസിക്കുന്ന കണ്ടമാണ് എഴുത്തച്ഛൻ കണ്ടി. അതാണ് EK എന്ന് പറയുന്നത്. മഹാനായ ഷംസുൽ ഉലമയുടെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയാണ് മഹാനായ കാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ. രണ്ടുപേരും കൂടെയാണ് കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ ഹാമിദ് തങ്ങളും മഹാനായ കാത്തിബ് മുഹമ്മദ് മുസ്ലിയാരും ഇവിടെ ജീവിച്ചു. ഹാമിദ് തങ്ങളുടെ പേരക്കുട്ടിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ. 1840 മമ്പറം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ജനനം. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ അവസാന ഘട്ടം വാർദ്ധക്യ സമയത്തിലാണ് സമസ്ത രൂപീകരിക്കുന്നത്. 1926 21 പുത്തൻ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും അവർ സംഘടന രൂപീകരിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങളെ നേരിന്റെ വഴിയിലേക്ക് നിർത്താൻ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. 1926 ജൂൺ 26 വാർദ്ധക്യ സമയത്തിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പണ്ഡിതന്മാരെ ക്ഷണിച്ചു, 40 ആളുകളെ. ആ 40 പേരെ ക്ഷണിച്ചപ്പോൾ 40 പേരിൽ ഒരാളായിരുന്നു മഹാനായ എഴുത്തച്ഛൻ കണ്ടി തറവാട്ടിലെ കോയക്കുട്ടി മുസ്ലിയാർ, ഷംസുൽ ഉലമയുടെ ഉപ്പ. ഷംസുൽ ഉലമയുടെ ഉപ്പ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫസ്റ്റ് മുശാവറ യോഗത്തിന് 1926 ജൂൺ 26 മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ അരികിലേക്ക് പോകുമ്പോ ഒരു കയ്യിൽ ഒരു കുഞ്ഞുവാവയെ പിടിച്ചു. ആ കുഞ്ഞുവാവയെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രഥമ യോഗം കഴിയുന്നതുവരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞുവാവയാണ് ആളിക്കത്തുന്ന തീജാലകൾക്കും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും ആർത്തട്ടഹസിച്ചു വരുന്ന തിരമാലകൾക്കും തകർക്കാൻ കഴിയാത്ത പണ്ഡിത തറവാട്ടിന്റെ കാരണവർ മഹാനായ ശൈഖുന ഷംസുൽ ഉലമ. അല്ലാഹുവേ, അവിടത്തോടൊന്നിച്ച് സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. മഹാനായ ഷംസുൽ ഉലമ ഇങ്ങനെ നോക്കി നിന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ യോഗം കഴിയുന്നതുവരെ ഷംസുൽ ഉലമ എന്ന കുഞ്ഞുവാവയെ നോക്കി നിന്നു. ആ സമയത്തിൽ ജൂൺ 26 1926 സമസ്തയുടെ മുശാവറയിൽ ആടുകളെ ചേർക്കുമ്പോൾ 26ാമത്തെ മെമ്പറായി വായക്കാട്ടുകാരനായ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞു പോയ 26 വയസ്സുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ ചേർത്താനും പറഞ്ഞു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്കറിയാം ഇത് പ്രശ്നങ്ങൾ വരും, അതിനെ കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് 2 പേർക്ക് കഴിയും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനും ഷംസുൽ ഉലമ തങ്ങൾക്കും. ആ ഷംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും ഈ സമസ്തയെ നെഞ്ചോട് നേർ ചേർത്തിപ്പിടിച്ച് ഇതിനൊരു കോട്ടവും പോറലുമില്ലാതെ സൂക്ഷിച്ച് അവസാനം ഷംസുൽ ഉലമയിലേക്ക് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നോക്കിയ നോട്ടം ഷംസുൽ ഉലമ നോക്കി മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദിനെ. ഷംസുൽ ഉലമ പോറ്റി വളർത്തിയ സയ്യിദുൽ ഉലമയെ നമ്മുടെ ജീവന്റെ തുടിപ്പാണ്, നമ്മുടെ ചങ്കിലെ ചോരയാണ്, നമ്മുടെ ആവേശത്തിന്റെ കൊടുങ്കാറ്റാണ് മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അവറുകൾ.
മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നോട്ടമാണ് ഷംസുൽ ഉലമയിലേക്ക്. ഷംസുൽ ഉലമയുടെ നോട്ടമാണ് മഹാനായ സയ്യിദുൽ ഉലമയിലേക്ക്. അതൊരു വലിയ മഹാൻ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ വാക്കുകൾക്ക് കാതോർക്കാനാണ് ഞാനടക്കം ഇവിടെ വന്നത്. ഞാൻ അഷ്റഫ് ബാക്കൽ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിലേക്ക് വരില്ലേ, കാരണം സമസ്തയുടെ സ്റ്റേജിൽ ഇന്ന് വരെ ഞാൻ എന്താക്കിയിട്ടില്ല, ഈ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ടില്ല. പേടിച്ചിട്ടാണ്, വിറച്ചിട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് വിറക്കുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു കസേരയിലാണ്, അതല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്തിലാണ്. എനിക്ക് ആവേശത്തോടുകൂടെ കൺകുളിർമയാർന്ന് സരസ് കണ്ട് സന്തോഷിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയാണ്. ഞാൻ സംസാരിക്കാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ഉസ്താദുമാര് വിളിച്ചപ്പോ അതവ് കേടാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടത്തിലേക്ക് കയറി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ സമസ്തയുടെ ഖാദിമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനങ്ങളിലും അല്ലാത്ത സമയത്തിലും സമസ്തക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അത് ചെയ്ത് മരിച്ചുപോയവർ മുഴുവനും മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. എന്റെ മഹാനായ ശൈഖുന റഈസുൽ മുദർരിസീൻ പന്മള ഫരീദ് ഉസ്താദ് 1989 സമസ്ത വിഘടിച്ചപ്പോ മഹാനായ ശൈഖുന ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ചോറിവിടെയും കൂറവിടെയും പറ്റുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞ മഹാനായ ശൈഖുന റഈസുൽ മുദർരിസീൻ പന്മള ഫരീദ് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത് കലിമ ചൊല്ലിക്കൊണ്ടാണ്. സമസ്തയുടെ 8ാമത്തെ പ്രസിഡന്റായി 8 വർഷം സേവനം ചെയ്ത മഹാനായ ശൈഖുന റഈസുൽ ഉലമ താളമ്പാടി ഉസ്താദ് മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. 6 മാസം സമസ്തക്ക് പ്രസിഡന്റായിരുന്ന മഹാനായ ശൈഖുന കുമരമ്പത്തൂർ ഉസ്താദ് മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. നമ്മുടെ ഈ ചാരത്തന്റെ വിശ്രമം കൊള്ളുന്ന മഹാനായ മിത്തബയിൽ ഉസ്താദ് മരിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. മഹാന്മാരായ സമസ്തയുടെ മുഴുവൻ ആലിമീങ്ങളും സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഖാദിമീങ്ങളും മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ, ഈ പതാകയുടെ കീഴിൽ അണിനിരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.